Hello children. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സിൻ്റെ പേജ് നമ്പർ 30 and 31 ആണ് നോക്കിയതല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി പാർട്ട് നോക്കാം. അപ്പോൾ അതിൽ നമ്മുടെ പ്രീസ്റ്റ് ഹീ ഗേവ് ആൻ അഡ്വൈസ് ടു ദ ബോയ് അല്ലേ, അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രീസ്റ്റ് എന്താണ് ബോയ്ക്ക് ഒരു അഡ്വൈസ് കൊടുത്തിരിക്കുകയാണ്. എന്താ അദ്ദേഹം കൊടുത്ത അഡ്വൈസ് എന്ന് പറയുന്നത്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ് ആൻഡ് കീപ് ടു സ്മോൾ പ്ലേസസ് അല്ലേ. അതായത് വലിയ സ്ഥലങ്ങളൊക്കെ രാത്രി കാലങ്ങളിൽ അവോയ്ഡ് ചെയ്തിട്ട് ചെറിയ സ്ഥലങ്ങളിൽ മാത്രം എന്ത് ചെയ്യുക, നോക്കുക, അവിടെ മാത്രം നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രീസ്റ്റ് പറഞ്ഞത്. ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദാറ്റ് അഡ്വൈസ്. ആ ഒരു അഡ്വൈസിൻ്റെ മീനിങ് നമ്മുടെ ബോയ്ക്ക് മനസ്സിലായില്ല. അതെന്താണ് എന്നൊക്കെ അവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഹി തോട്ട് ആൻഡ് തോട്ട്. പക്ഷേ എന്താണ് പ്രീസ്റ്റിനോട് വീണ്ടും അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കാൻ അവനൊരു പേടി. അതുകൊണ്ട് തന്നെ ഹി വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനിമോർ. ഇനി വീണ്ടും ചോദിക്കാൻ ഒരു പേടി. സോ ഹി സെറ്റ് ഗുഡ് ബൈ ടു ഹിം. എന്ത് ചെയ്തു? പ്രീസ്റ്റിനോട് ബോയ് ഗുഡ് ബൈ പറഞ്ഞ് എന്ത് ചെയ്യാണ്, അവിടുന്ന് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതുവരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പേജ് നമ്പർ 32. He left the temple very sorrowfully and began to wonder what he should do. If he went straight home, he felt sure his father would punish him for having been disobedient to the priest, so he was afraid to go home. All at once he remembered that at the next village, 12 miles away, there was a very big temple. He had heard there were several priests at that temple, and he made up his mind to go to them and ask them to take him for their acolyte. So നമ്മുടെ എന്താണ് കുട്ടി ഇനി എങ്ങോട്ട് പോകും എന്നറിയാതെ അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ വെരി സോറോഫുൾ. അവന് ഭയങ്കര വിഷമം തോന്നി. കാരണം ഇനി എങ്ങോട്ട് പോകണം എന്നറിയില്ല, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് എന്താണ് ഇഫ് ഹി വെൻറ്റ് സ്ട്രേറ്റ് ഹോം ഹി ഫെൽറ്റ് ഷുവർ ഹിസ് ഫാദർ വുഡ് പണിഷ് ഹിം അല്ലേ. അതായത് വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ പ്രീസ്റ്റിനെ അനുസരിക്കാണ്ട് ജോലിയും കളഞ്ഞിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ എന്ത് ചെയ്യും? പണിഷ് ചെയ്യും, ശിക്ഷിക്കും. സോ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ആൻഡ് all at once he remembered that at the next village 12 miles away there was a very big temple. അപ്പോൾ അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഇനി എങ്ങോട്ട് പോകും? അവനാണെങ്കിൽ വേറെ ജോലിയൊന്നും അറിയില്ല, പ്രീസ്റ്റിൻ്റെയൊക്കെ ആക്കളായിട്ടായിട്ട് നിൽക്കാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചിട്ട് അപ്പോഴാണ് അവന് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഒരു 12 miles away എന്തുണ്ട്, ഇതുപോലെ ഒരു ബിഗ് ടെമ്പിൾ ഉണ്ട്, അവിടെ ഒരുപാട് പ്രീസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ആരുടെയെങ്കിലും കീഴിൽ ഒരാക്കളായിട്ടായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കാം, അവരോട് ചോദിക്കാം, എന്നെ ഇങ്ങനെ സഹായിയായിട്ട് നിർത്തുമോ എന്ന് ചോദിക്കാം എന്നൊക്കെ അവൻ വിചാരിക്കണം. അങ്ങനെ അവൻ നേരെ ആ ഒരു നെക്സ്റ്റ് വില്ലേജിൽ ആ ഒരു ബിഗ് ടെമ്പിളിലേക്ക് അവിടേക്ക് പോകാമെന്ന് അവൻ തീരുമാനിച്ചു. Now that big temple was closed up, but the boy did not know this fact. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സമയത്ത് ടെമ്പിൾ ക്ലോസ്ഡ് ആയിരുന്നു. ഇതവൻ അറിയില്ലായിരുന്നു. അവൻ ഇത് അറിയാണ്ടാണ് നെക്സ്റ്റ് വില്ലേജിൽ ഒരു ബിഗ് ടെമ്പിൾ ഉണ്ടെന്ന് അറിയാം, അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നൊന്നും അവൻ അറിയില്ല. പക്ഷേ ആക്ച്വലി നമ്മുടെ ടെമ്പിൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു, അത് അവൻ അറിയില്ലായിരുന്നു. The reason it had been closed up was that a goblin had frightened the priest away and had taken possession of the place. Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been seen alive again. Nobody had ever told these things to the boy, so he walked all the way to the village, hoping to be kindly treated by the priests. അപ്പോൾ ക്ലോസ്ഡ് ആണ്, നമ്മുടെ ടെമ്പിൾ ക്ലോസ്ഡ് ആണ്. ഇതറിയാണ്ട് നമ്മുടെ കുട്ടി എന്ത് ചെയ്യാണ്? അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ടെമ്പിൾ ക്ലോസ് ചെയ്യാനായിട്ടൊരു റീസൺ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് റീസൺ? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. ദെർ വാസ് എ ഗോബ്ലിൻ who had frightened the priests away. ഒരു ഗോബ്ലിൻ മീൻസ് എ സ്മോൾ അഗ്ലി ക്രീച്ചർ. ഒരു ചെറിയൊരു സാധനമാണ്, ഒരു വൃത്തികെട്ട ക്രീച്ചറാണ്. പക്ഷെ അതെന്ത് ചെയ്യും? അത് ഈ പ്രീസ്റ്റുകളെയൊക്കെ പേടിപ്പിക്കും, എപ്പോഴും പേടിപ്പിച്ച് അവരെയൊക്കെ അവിടുന്ന് ഓട്ടിച്ചു. ആൻഡ് ഹാഡ് ടേക്കൺ പൊസഷൻ ഓഫ് ദ പ്ലേസ്. എന്നിട്ട് ഇപ്പോൾ ആ ഒരു ടെമ്പിളിൽ താമസിക്കുന്നത് ഈ ഒരു ഗോബ്ലിനാണ്, ഈ ഒരു സ്മോൾ ക്രീച്ചറാണ്, അഗ്ലി ക്രീച്ചറാണ്.
Some brave warriors had afterward gone to the temple at night to kill the goblin. അപ്പോൾ ഈ ഗോബ്ലിനെ എങ്ങനെയും കൊന്നിട്ട് നമ്മുടെ ടെമ്പിൾ റീഓപ്പൺ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ചില വാരിയേഴ്സൊക്കെ, നല്ല യോദ്ധാക്കളുണ്ടല്ലോ, യുദ്ധമൊക്കെ അറിയാവുന്നവർ, അവരവരുടെ വെപ്പൺസൊക്കെ ആയിട്ട് ഈ ഗോബ്ലിനെ കൊല്ലാനായിട്ട് ടെമ്പിളിലേക്ക് രാത്രിയിൽ ചെന്നു. പക്ഷേ ദേ ഹാഡ് നെവർ ബീൻ സീൻ അലൈവ് അഗൈൻ. ആ പോയ ആരെയും പിന്നെ ആരും തന്നെ കണ്ടിട്ടേയില്ല. അവരാരും തിരിച്ച് വന്നിട്ടുമില്ല, അവരെ പിന്നെ ആരും തന്നെ കണ്ടിട്ടുമില്ല. നോബഡി ഹാഡ് എവർ ടോൾഡ് ദീസ് തിങ്സ് ടു ദ ബോയ്. പക്ഷേ ഇതൊന്നും നമ്മുടെ കുട്ടിയോട് ആരും പറഞ്ഞില്ല. സോ ഹി വാക്ക്ഡ് ഓൾ ദ വേ ടു ദ വില്ലേജ് ഹോപ്പിംഗ് ടു ബി കൈൻഡ്ലി ട്രീറ്റഡ് ബൈ ദി പ്രീസ്റ്റ്. അതുകൊണ്ട് തന്നെ അവൻ ഇതൊന്നും അറിയുന്നില്ല. അവൻ്റെ വിചാരം എന്താണ്, പ്രീസ്റ്റ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അവനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും, അവന് നല്ല അക്കളൈറ്റായിട്ട് എവിടെയെങ്കിലും അവന് ആരുടെയെങ്കിലും കീഴിൽ അവന് കയറാനായിട്ട് പറ്റും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് നമ്മുടെ കുട്ടി എന്ത് ചെയ്യാണ്, ആ വില്ലേജിലേക്ക് ടെമ്പിളിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. When he got to the village, it was already dark and all the people were in bed, but he saw the big temple on a hill at the other end of the principal street, and he saw there was a light in the temple. അപ്പോൾ അവൻ 12 മൈൽസ് ഉണ്ടല്ലോ, അത്രയൊക്കെ നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം രാത്രിയായി, ഡാർക്കായി. ആൻഡ് ഓൾ ദ പീപ്പിൾ വെയർ ഇൻ ബെഡ്. അപ്പോൾ എല്ലാവരും ഉറക്കമായി എന്ന് തോന്നുന്നു, ആൾക്കാരെ ഒന്നും പുറത്ത് കാണാനില്ല. ബട്ട് ഹീ സോ ദ ബിഗ് ടെമ്പിൾ ഓൺ എ ഹിൽ. പക്ഷെ ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ആ ടെമ്പിൾ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഹീ സോ ദർ വാസ് എ ലൈറ്റ് ഇൻ ദ ടെമ്പിൾ. മാത്രമല്ല ടെമ്പിളിനകത്ത് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവൻ്റെ വിചാരം എന്താണ്, പ്രീസ്റ്റുകളൊക്കെ അവിടെ കാണും എന്നാണ് അവൻ്റെ വിചാരം. People who tell the story say the goblin used to make that light in order to tempt lonely travelers to ask for shelter. പക്ഷേ അവിടുത്തെ ആൾക്കാർ പറയുന്നത് എന്താണ്, ഈ ഗോബ്ലിനാണ് അവിടെ ലൈറ്റ് ഇടുന്നത്, ഒരു ലൈറ്റ് ഇങ്ങനെ തെളിച്ചിട്ടേക്കും. അപ്പം എന്താണ്, ഈ സ്ട്രേഞ്ചേഴ്സ് ഒക്കെ വരുമല്ലോ, ലോൺലി ട്രാവലേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഈ ഗോബ്ലിൻ്റെ കാര്യമൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവരെന്ത് വിചാരിക്കും, നമ്മുടെ ബോയിയെ പോലെ അവരും വിചാരിക്കും എന്തുണ്ട്, അതാ അപ്പോൾ അവർ വിചാരിക്കും എന്തുണ്ട്, അവിടെ എന്താണ് ആളുണ്ട്, പ്രീസ്റ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്യും, അവിടേക്ക് ഷെൽട്ടർ തിരക്കി ആൾക്കാർ ചെല്ലും. അപ്പോൾ ചെല്ലുന്ന ആൾക്കാരെ ആർക്ക് ഉപദ്രവിക്കാം, നമ്മുടെ ഗോബ്ലിൻ ഉപദ്രവിക്കാം. അതിന് വേണ്ടിയിട്ട് ഗോബ്ലിനാണ് ആ ലൈറ്റ് തെളിയിച്ചിടുന്നതെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റോറി അവിടെ മൊത്തത്തിലുണ്ട്. The boy went at once to the temple and knocked. അപ്പോൾ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല. അവൻ എന്ത് ചെയ്തു, ടെമ്പിളിലേക്ക് ചെന്നു, നോക്ക് ചെയ്തു, വാതിലിൽ മുട്ടി. There was no sound inside. അകത്തൊന്നും ഒരു സൗണ്ടും ഇല്ല കേട്ടോ. He knocked and knocked again, but still nobody came. അവൻ വീണ്ടും വീണ്ടും തട്ടിക്കൊണ്ടേയിരുന്നു, കതകിലൊക്കെ മുട്ടി നോക്കി. എന്നിട്ടൊന്നും ഒരു അനക്കവും ഇല്ല, ആരും തന്നെ പുറത്തേക്കൊന്നും വന്നില്ല. At last he pushed gently at the door and was quite glad to find that it had not been fastened. അപ്പോൾ പിന്നീട് അവൻ എന്ത് ചെയ്തു, ഡോറിൽ പതുക്കെ ഒന്ന് തള്ളി നോക്കി. And was quite glad to find that it had not been fastened. So he went in. അപ്പോൾ അതെന്താണ്, പൂട്ടിയിട്ടൊന്നുമില്ല, ലോക്ക്ഡ് ഒന്നും അല്ല. അപ്പോൾ അത് പതുക്കെ ഇങ്ങനെ തുറന്നു. സോ ഹി വെൻറ്റ് ഇൻ. അവൻ അകത്തേക്ക് പ്രവേശിച്ചു. ആൻഡ് സോ എ ലാമ്പ് ബേണിംഗ് ബട്ട് നോ പ്രീസ്റ്റ്. അപ്പോൾ നോക്കുമ്പോൾ അകത്തൊരു വിളക്ക് തെളിയിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ആരെ കാണാനില്ല, പ്രീസ്റ്റുകളെയൊന്നും കാണാനില്ല. ഒരു പ്രീസ്റ്റ് പോലും അവിടെ എങ്ങും ഇല്ല. He thought some priest would be sure to come very soon and he sat down and waited. അപ്പോൾ ലോക്ക്ഡ് ഒന്നും ആയിരുന്നില്ലല്ലോ, അപ്പോൾ അകത്ത് എന്തായാലും ആൾ കാണും, അല്ലെങ്കിൽ പ്രീസ്റ്റ് ഉണ്ടായിരിക്കും, എവിടെയെങ്കിലും പോയിരിക്കുമായിരിക്കും, പെട്ടെന്ന് തന്നെ തിരിച്ചു വരും എന്നൊക്കെയാണ് അവൻ വിചാരിച്ചത്. അങ്ങനെ അവൻ എന്ത് ചെയ്തു, അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രീസ്റ്റ് വരാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്തിരുന്നു. Then he noticed that everything in the temple was grey with dust and thickly spun over with cobwebs. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ച ഒരു കാര്യം, സാധാരണ ഈ ആൾതാമസമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യവാസമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നീറ്റായിട്ടൊക്കെ കിടക്കും അല്ലേ, നമ്മുടെ റൂംസൊക്കെ ആയാലും. പക്ഷെ ഇവിടെ അവൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം, എവരിത്തിങ് ഇൻ ദ ടെമ്പിൾ വാസ് ഗ്രേ വിത്ത് ഡസ്റ്റ്. എല്ലാം പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഒരാളും അനക്കവും ഒന്നും ഇല്ലായും താനും. അതുപോലെ ആരും അവിടെ ഒരു ജനവാസം ഉള്ളതുപോലെ, മീൻസ് ആൾതാമസം ഉള്ളതുപോലെ ഒന്നും തോന്നില്ല. മൊത്തം പൊടി പിടിച്ച് ഡസ്റ്റി ആയിട്ട് കിടക്കുകയാണ്. So he thought to himself that the priest would certainly like to have an acolyte to keep the place clean. പക്ഷേ ഇത് കൊച്ചുകുട്ടിയല്ലേ, അപ്പോൾ അവൻ ചിന്തിച്ചത് പ്രീസ്റ്റൊക്കെ എവിടെ പോയി എന്ന് അവൻ ചിന്തിക്കുന്നില്ല. അവൻ്റെ വിചാരം എന്താണ്, അപ്പോൾ ഒരു ആക്കലൈറ്റിൻ്റെ ആവശ്യം എന്തായാലും പ്രീസ്റ്റിന്
അവിടെ ഉണ്ട്. അവർക്കൊരു എന്താണ് സഹായി വേണം ഇതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ ഇടാനായിട്ട്. ചിലപ്പോൾ അക്ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്താണ് ഇതൊന്നും ക്ലീൻ ചെയ്യാതെ കിടക്കുന്നത് എന്നവൻ വിചാരിച്ചു. ഹി വണ്ടേർഡ് വൈ ദേ ഹാഡ് അലൗഡ് എവരിത്തിങ് ടു ഗെറ്റ് സോ ഡസ്റ്റി. ഇതെന്താ എല്ലാം ഇങ്ങനെ പൊടി പിടിക്കാനും മാത്രം, ഇത്രയും പൊടി പിടിച്ച് കിടക്കുന്നത് എന്താ, ആരും ഇത് വൃത്തിയാക്കാത്തത് എന്താന്നൊക്കെ അവൻ ചിന്തിച്ചു. വാട്ട് മോസ്റ്റ് പ്ലീസ്ഡ് ഹിം ഹവർ വെയർ സം ബിഗ് വൈറ്റ് സ്ക്രീൻസ് ഗുഡ് ടു പെയിന്റ് ക്യാറ്റ്സ് അപ്പോൾ. അപ്പം നമ്മുടെ കുട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലേ. എന്താ അവൻ്റെ പ്രത്യേകത? ഹി ഓൾവേസ് ഡ്രോസ് ക്യാറ്റ്സ് അല്ലേ. എപ്പോഴും അവൻ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ക്യാറ്റ്സിനെ വരച്ചുകൊണ്ടേയിരിക്കും അല്ലേ. വേറെ ഒന്നും വരയ്ക്കത്തില്ല, പൂച്ചയെ മാത്രമേ വരയ്ക്കുള്ളൂ അല്ലേ. ഇതാണ് അവൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ, അവൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണത്. അപ്പോൾ ഇവൻ നോക്കിയപ്പോൾ അവിടെ ബിഗ് വൈറ്റ് സ്ക്രീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല വെള്ള സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ പെട്ടെന്ന് ചിന്തിച്ചു എന്താണ്, ഇവിടെയും എനിക്ക് എന്ത് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, എനിക്ക് ക്യാറ്റ്സിനെയൊക്കെ ഡ്രോ ചെയ്ത് വെക്കാനുള്ള നല്ല സൗകര്യം ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. ദൗ ഹി വാസ് ടയേർഡ് he looked at once for a writing box and found one and ground some ink and began to paint cats. അങ്ങനെ അവൻ അവിടെയൊക്കെ തപ്പി നോക്കിയപ്പോൾ അവന് കുറച്ച് ഇങ്കൊക്കെ കിട്ടി, മഷിയൊക്കെ കിട്ടി. അങ്ങനെ അവൻ അപ്പം തന്നെ അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി, ചുമ്മാതിരിക്കുകയല്ലേ. അപ്പോൾ എപ്പോൾ ചുമ്മാതിരിക്കാനൊരു അവസരം കിട്ടിയാലും അവൻ എന്ത് ചെയ്യും, ക്യാറ്റ്സിനെ വരയ്ക്കും അല്ലേ. അങ്ങനെ അവൻ എന്ത് ചെയ്തു, ഹി ബിഗാൻ ടു പെയിൻറ്റ് ക്യാറ്റ്സ്. അവിടെയും അവൻ ആ വൈറ്റ് സ്ക്രീനിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, ക്യാറ്റ്സിനെ വരയ്ക്കാനായിട്ട് തുടങ്ങി. He painted a great many cats upon the screens and then he began to feel very, very sleepy. അപ്പോൾ വൈറ്റ് സ്ക്രീനാണ് കേട്ടോ, വലിയ സ്ക്രീനാണ്, ബിഗ് സ്ക്രീനാണ്, തോന്നുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, കുറേ മാത്രം ക്യാറ്റ്സിനെയൊക്കെ വരച്ചു അവിടെ, കുറേയൊക്കെ വരച്ചു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ രാത്രിയല്ലേ, ചുമ്മാ ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ് അവന് ഉറക്കം വന്നു. ഹി വാസ് ജസ്റ്റ് ഓൺ ദ പോയിന്റ് ഓഫ് ലൈയിങ് ഡൗൺ ടു സ്ലീപ്പ് ബിസൈഡ് വൺ ഓഫ് ദ സ്ക്രീൻസ് വെൻ ഹി സഡൻലി റിമെമ്പേർഡ് ദ വേർഡ്സ് അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് ടു സ്മോൾ. അപ്പോൾ അവൻ ആ സ്ക്രീനിൻ്റെ പുറത്ത് തന്നെ കിടന്ന് ഉറങ്ങാമെന്ന് ആദ്യം വിചാരിച്ചു. പെട്ടെന്നാണ് അവൻ ചിന്തിച്ചത്, എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രീസ്റ്റ് അവിടുന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്താണ്, അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് ടു സ്മോൾ അല്ലേ. എന്താണ് ലാർജ് പ്ലേസസ് അവോയ്ഡ് ചെയ്യുക, സ്മോൾ പ്ലേസസ് മാത്രം കീപ്പ് ചെയ്യുക എന്നാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. The temple was very large. He was all alone, and as he thought of these words, though he could not quite understand them, he began to feel for the first time a little afraid. അപ്പോൾ അവൻ പെട്ടെന്ന് ചുറ്റിനും നോക്കിയപ്പോൾ നമ്മുടെ ടെമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ വെരി ലാർജ് പ്ലേസ്, വലിയ ടെമ്പിളാണ്. ആൻഡ് ഹി വാസ് ഓൾ അലോൺ, നമ്മുടെ കുട്ടിയാണെങ്കിലും അവിടെ ഒറ്റയ്ക്കുമാണ് അല്ലേ. അപ്പോൾ വലിയ പ്ലേസസിൽ ഉറങ്ങരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, കീപ് സ്മോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ മീനിങ് അവന് കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിലും അവനൊരു പേടി പെട്ടെന്ന് തോന്നി തുടങ്ങി. നമ്മുടെ കുട്ടിക്ക് എന്തൊക്കെയോ ആലോചിച്ചപ്പോൾ എന്താണ്, അവൻ ആദ്യമായിട്ട് ഒരു പേടി തോന്നി തുടങ്ങി. ആൻഡ് ഹി റിസോൾവ് ടു ലുക്ക് ഫോർ എ സ്മോൾ പ്ലേസ് ഇൻ വിച്ച് ടു സ്ലീപ്പ്. അപ്പോൾ അവൻ വിചാരിച്ചു എന്തായാലും പ്രീസ്റ്റ് പറഞ്ഞു വിട്ടതല്ലേ, അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ട, എന്തെങ്കിലും ഒരു കുഞ്ഞ് പ്ലേസ് കണ്ടുപിടിച്ച് അവിടേക്ക് മാറിക്കിടക്കാമെന്നവൻ ചിന്തിച്ചു. ആൻഡ് ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ് വിത്ത് എ സ്ലൈഡിങ് ഡോർ ആൻഡ് വെൻറ്റ് ഇൻ ടു ഇറ്റ്. അപ്പോൾ അവൻ നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ക്യാബിൻ കണ്ടു, സ്ലൈഡിങ് ഡോറൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്ന ഡോറൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അവൻ ഷട്ട് ഹിംസെൽഫ് അപ്പ്. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ അകത്തുനിന്ന് അവൻ എന്നെ സ്ലൈഡ് ചെയ്ത് അത് അടയ്ക്കാനും പറ്റും. അങ്ങനെ അവൻ ഷട്ട് ഹിംസെൽഫ് അപ്പ്. ദെൻ ഹി ലേ ഡൗൺ ആൻഡ് ഫെൽ ഫാസ്റ്റ് സ്ലീപ്പ്. എന്നിട്ട് അവൻ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞു പ്ലേസിൽ അകത്ത് കയറിയിട്ട് അവൻ എന്ത് ചെയ്തു, ആ ക്യാബിൻ്റെ അകത്ത് കയറിയിട്ട് അവൻ ഷട്ട് ചെയ്ത് കിടന്ന് പെട്ടെന്ന് തന്നെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഉറങ്ങാനായിട്ട് തുടങ്ങി. Very late in the night he was awakened by a most terrible noise, a noise of fighting and screaming. It was so dreadful that he was afraid even to look through a chink of the little cabinet. He lay very still, holding his breath for fright. അങ്ങനെ രാത്രി ഈ കുട്ടി ഭയങ്കരമായിട്ട് ഉറങ്ങുകയാണ്. ഇത്രയും നടന്നൊക്കെ വന്നതല്ലേ, ദൂരമൊക്കെ താണ്ടി വന്നതാണ്. അപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഉറക്കം വന്നിട്ട് അവൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുവാണ്. വെരി ലേറ്റ് ഇൻ ദ നൈറ്റ്. ഇപ്പോൾ രാത്രിയായി, ഒത്തിരി രാത്രിയായപ്പോൾ ഹി വാസ് ഓക്കൻഡ് ബൈ എ മോസ്റ്റ് ടെറിബിൾ നോയ്സ്. അവൻ പെട്ടെന്നവൻ എന്താണ് എവേക്ക് ചെയ്തു, എഴുന്നേറ്റു. ഹി വാസ് എവേക്കൻഡ് ബൈ എ മോസ്റ്റ് ടെറിബിൾ നോയ്സ്. ഭയങ്കരമായിട്ട് എന്തൊക്കെയോ സൗണ്ട് കേട്ടിട്ട് അവൻ ചാടി എഴുന്നേറ്റു. അപ്പോൾ എഴുന്നേക്കുക മീൻസ് അവൻ ആ ക്യാബിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ അവനിങ്ങനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. It was so dreadful that he was afraid even to look through a chink of the little cabinet. അപ്പോൾ അതിൻ്റെ ചെറിയ ഹോളിലൂടെ, ആ ക്യാബിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ വിടവിലൂടെ നോക്കാൻ തന്നെ അവന് പേടിയായി. അത്രയ്ക്ക് എന്തൊക്കെയോ സ്ക്രീമിങ് സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത്. He lay very still, holding his breath for fright. അപ്പോൾ അവൻ ശ്വാസം അടക്കി പിടിച്ച് കിടക്കുകയാണ്. ഇത് എന്താണ് എന്ന് അറിയാൻ വയ്യാണ്ട് അവനിങ്ങനെ പേടിച്ച് അവൻ എന്ത് ചെയ്യാണ്, ശ്വാസം അടക്കി ഇങ്ങനെ കിടക്കുകയാണ് ഈ കുട്ടി. The light that had been in the temple went out, but the awful sounds continued and became more awful, and all the temple shook.
അപ്പോൾ നേരത്തെ ആ ലാമ്പിൽ നിന്നുള്ള വെട്ടമൊന്നും ഇപ്പോൾ കാണുന്നില്ല, പക്ഷേ എന്തൊക്കെയോ ഓഫുൾ ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആൻഡ് ബിക്കെയിം മോർ ഓഫുൾ ആൻഡ് ഓൾ ദ ടെമ്പിൾ ഷൂക്ക്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒച്ചയാണ്, ടെമ്പിൾ മൊത്തത്തിൽ വിറയ്ക്കുകയാണ് ആ ഒരു ഒച്ചയിൽ, വലിയ സൗണ്ടിൽ. ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയിം. കുറേ നേരം കഴിഞ്ഞു പെട്ടെന്ന് എല്ലാം അങ്ങ് സൈലൻ്റായി. ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. പക്ഷേ ഈ കുട്ടിക്കാണെങ്കിൽ അനങ്ങാൻ വയ്യ, അവന് പേടി കാരണം അവൻ അനങ്ങാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഹി ഡിഡ് നോട്ട് മൂവ് അണ്ടിൽ ദ ലൈറ്റ് ഓഫ് ദ മോർണിംഗ് സൺ ഷോൺ ഇൻ ടു ദ ക്യാബിനറ്റ് ത്രൂ ദ ചിങ്സ് ഓഫ് ദ ലിറ്റിൽ ഡോർ. അപ്പോൾ രാത്രിയായപ്പോൾ അവിടെ വിളക്കൊന്നുമില്ല, വിളക്കൊക്കെ അണഞ്ഞു പോയിരിക്കുന്നു. ആ ഇരുട്ടത്ത് അവന് പുറത്തിറങ്ങാനോ എന്താണെന്ന് നോക്കാനോ ഒക്കെ അവന് പേടിച്ചിട്ട് അവൻ പേടിച്ച് വിറച്ച ക്യാബിനിൽ തന്നെ കിടന്നു. എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ചു. അവസാനം മോർണിംഗ് ആയപ്പോഴേക്കും സൺഷൈൻ, മറ്റേ സൂര്യപ്രകാശം ഉണ്ടല്ലോ, അത് ആ ക്യാബിൻ്റെ ആ ഒരു വിടവിലൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് അടിച്ചപ്പോൾ അവന് മനസ്സിലായി, ഇതാ നേരം വെളുത്തിരിക്കുന്നു എന്നുള്ളത് അവന് മനസ്സിലായി. അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്, നേരം വെളുത്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ പുറത്തേക്ക് പതുക്കെ ഇറങ്ങി. Then he got out of his hiding place very cautiously and looked about. The first thing he saw was that all the floor of the temple was covered with blood. അങ്ങനെ അവൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. നേരം വെളുത്തു അല്ലേ, അങ്ങനെ സൺലൈറ്റ് കണ്ടിട്ട് അവൻ നേരം വെളുത്തു എന്ന് മനസ്സിലാക്കി അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആദ്യം അവൻ നോട്ടീസ് ചെയ്തത് എന്താണ്, ഫ്ലോറ് കംപ്ലീറ്റ് ബ്ലഡ് കിടക്കുകയാണ്. ദ ഫ്ലോർ ഓഫ് ദ ടെമ്പിൾ വാസ് കവേർഡ് വിത്ത് ബ്ലഡ്. അവിടെ ഫുള്ള്, ഇപ്പോൾ തലേ ദിവസം എന്തൊക്കെയോ ബഹളങ്ങളൊക്കെ കേട്ടിരുന്നു അല്ലേ, ഇപ്പോൾ നോക്കുമ്പോൾ ആ ടെമ്പിളിൻ്റെ ഫ്ലോർ ഫുള്ള് ബ്ലഡ് കവർ ചെയ്ത് കിടക്കുന്നു. And then he saw lying dead in the middle of it an enormous monstrous rat, a goblin rat bigger than a cow. എന്നിട്ടോ അവൻ നോക്കുമ്പോൾ അവൻ കണ്ട ഒരു കാര്യം, അതിൻ്റെയൊക്കെ ആ മിഡിലിലായിട്ട്, ആ ബ്ലഡ് ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുന്നതിൻ്റെ മിഡിലിലായിട്ട് ആ മോൺസ്ട്രസ് റാറ്റ്, ഒരു വലിയ ഒരു റാറ്റ്, എ ഗോബ്ലിൻ റാറ്റ് അല്ലേ, ഒരു വലിയ ഒരു എലി, ബിഗർ ദാൻ എ കൗ. അപ്പോൾ പറയുകയാണ് അതൊരു ഒരു പശുവിനേക്കാളും വലുതാണെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വലിയ ഒരു റാറ്റ്, ഒരു ഗോബ്ലിൻ റാറ്റ്, അവിടെ ഒരു അഗ്ലി ക്രീച്ചറാണല്ലേ ഗോബ്ലിൻ. അതിങ്ങനെ കിടക്കുകയാണ്. എങ്ങനെ കിടക്കുന്നു, ലൈയിങ് ഡെഡ്, അത് ചത്ത് മലച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്? ദൈവമേ, ഇതിനെ ആരാ കൊന്നത്? ഇതെങ്ങനെ ചത്തു? There was no man or other creature to be seen. അവിടെയൊന്നും വേറെ ഒരു മനുഷ്യരൊന്നുമില്ല, വേറെ ജീവികളൊന്നുമില്ല, വേറെ മനുഷ്യരൊന്നുമില്ല. പിന്നെ ഇതിനെ ആര് വന്ന് കൊന്നു? Suddenly the boy observed that the mouths of all the cats he had drawn the night before were red and wet with blood. പെട്ടെന്നാണ് നമ്മുടെ ബോയ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. എന്താണ്, അവൻ തലേ ദിവസം മറ്റേ ആ ഒരു വൈറ്റ് ബോർഡിൽ സ്ക്രീനിൽ ഫുള്ള് കാറ്റ്സിനെ വരച്ചു വെച്ചിരുന്നില്ലേ, അവയുടെ എല്ലാത്തിൻ്റെയും വായിൽ മൗത്ത് ഫുള്ള് എന്തായിട്ടിരിക്കുന്നു, ബ്ലഡ് വെച്ച് നനഞ്ഞിരിക്കുകയാണ്. റെഡ് ആൻഡ് വെറ്റ് വിത്ത് ബ്ലഡ്, നനഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു റെഡ് കളറിലിരിക്കുകയാണ് ബ്ലഡ് കാരണം. Then he knew that the goblin had been killed by the cats which he had drawn. അപ്പോഴാണ് നമ്മുടെ ബോയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്. എന്താണ്, ആ ഗോബ്ലിനെ കൊന്നത് ആരാണ്? അവൻ തലേ ദിവസം അവിടെ വരച്ചു വെച്ച പൂച്ചകളാണ് ആരെ കൊന്നിരിക്കുന്നത്, ഈ ഗോബ്ലിനെ കൊന്നിരിക്കുന്നത്. And then also for the first time he understood why the wise old priest had said to him, avoid large places at night, keep too small. അങ്ങനെ അപ്പോഴാണ് അവന് നമ്മുടെ പ്രീസ്റ്റ് കൊടുത്ത അഡ്വൈസിൻ്റെ ആ ഒരു മീനിങ് മനസ്സിലായത്. എന്താ പ്രീസ്റ്റ് കൊടുത്ത അഡ്വൈസ്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ അല്ലേ, വലിയ പ്ലേസസ് അവോയ്ഡ് ചെയ്യുക, കീപ് ടു സ്മോൾ. ഇപ്പോൾ യവനും കൂടി ആ സ്ക്രീനിൻ്റെ അവിടെ എങ്ങാനും കിടന്നുറങ്ങിയിരുന്നുവെങ്കിൽ ഈ കാറ്റ്സ് ഗോബ്ലിനെ കൊന്ന കൂട്ടത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്തേനെ, അല്ലെങ്കിൽ ഈ ഗോബ്ലിൻ വന്നിട്ട് നമ്മുടെ ബോയിയെ കൂടെ കൊന്നു കളഞ്ഞേനെ അല്ലേ. അപ്പോൾ ആ ഒരു പ്രീസ്റ്റിൻ്റെ അഡ്വൈസ് എത്രമാത്രം ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ. ഇപ്പോഴാണ് അവൻ അതിൻ്റെ മീനിങ് മനസ്സിലാകുന്നത്. ആഫ്റ്റർവേർഡ് ദാറ്റ് ബോയ് ബിക്കെയിം എ വെരി ഫേമസ് ആർട്ടിസ്റ്റ്. അപ്പോൾ അതിനുശേഷം, അപ്പോൾ ഇതെന്തായാലും എല്ലായിടത്തും അറിഞ്ഞു കാണും അല്ലേ, ഗോബ്ലിനെ കൊന്ന കാര്യവും അവൻ വരച്ച പൂച്ചകളാണെന്നുള്ളതും. അങ്ങനെ അവൻ ഭയങ്കരമായിട്ട് അങ്ങ് ഫേമസ് ആയി കേട്ടോ.
എല്ലാവരും അവനെ നന്നായിട്ട് അറിയാൻ തുടങ്ങി. സം ഓഫ് ദ കാറ്റ്സ് വിച്ച് ഹി ഡ്രൂ ആർ സ്റ്റിൽ ഷോൺ ടു ട്രാവലേഴ്സ് ഇൻ ജപ്പാൻ. അപ്പോൾ ഇപ്പോഴും എന്താണ് എന്താണ് നമ്മുടെ ബോയ് വരച്ച ആ പൂച്ചകളെ കാണാനായിട്ട് ഇപ്പോഴും ട്രാവലേഴ്സ് ജപ്പാനിലേക്ക് ചെല്ലാറുണ്ട് എന്നാണ് അവിടെ എന്താണ് അവിടുത്തെ ആ ഒരു ടോക്കിംഗ് അങ്ങനെയാണ് അവിടെ പറയാറുള്ളത്. ഇപ്പോഴും കുറേ ക്യാറ്റ്സ് ഉണ്ട്, ഇപ്പോഴും ട്രാവലേഴ്സൊക്കെ കാണാനായിട്ട് ചെല്ലുന്ന ഈ കുട്ടി വരച്ച, പിന്നീട് ഫേമസ് ആർട്ടിസ്റ്റായിട്ട് മാറി. അവൻ്റെ ആഗ്രഹം പോലെ തന്നെ അവനൊരു വലിയ ആർട്ടിസ്റ്റായിട്ടൊക്കെ മാറി, വളരെ ഫേമസ് ആയിട്ട് മാറി. ഇപ്പോഴും അവൻ വരച്ച പൂച്ചകളെ കാണാനായിട്ട് ട്രാവലേഴ്സ് ജപ്പാനിലേക്ക് ചെല്ലാറുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ വിസിറ്റേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ജാപ്പനീസ് സ്റ്റോറി ആയിരുന്നു നമ്മുടെ ദ ബോയ് ഹൂ ഡ്രൂ ക്യാറ്റ്സ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സ്റ്റോറി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തത് 32 എടുത്തു, 33 ആൻഡ് 34 ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സ്റ്റോറി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും മുന്നത്തെ ഓഡിയോയും ഇതുമൊക്കെ ഒന്നും കൂടി കേൾക്കുക, സ്റ്റോറി നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.